നാം ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ 1955 പൗരത്വ നിയമം നാം പാസ്സാക്കുന്നത്. പിന്നീട് ഒട്ടേറെ ഭേദഗതികൾ അതിന് വന്നിട്ടുണ്ട്. അതിലാദ്യത്തെ ഭേദഗതി ആസാം അക്കോർഡിനെ തുടർന്ന് 1986 1992 2003 2015 ഭേദഗതികളുണ്ടായി. പക്ഷേ ഒന്നും മതാടിസ്ഥാനത്തിലുള്ളതായിരുന്നില്ല. RSSൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ കാര്യം പൗരത്വ നിയമത്തിലേക്ക് കടന്നു വരുന്നത് വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ്. അത് 2003 അദ്ദേഹം വ്യക്തത വരുത്താതെ ഒരു കാര്യം അതിനകത്ത് പറഞ്ഞു വെച്ചു. അത് അനധികൃത കുടിയേറ്റക്കാർ എന്ന ഒരു സംജ്ഞ ഈ പൗരത്വ നിയമ ഭേദഗതിയിൽ കൊണ്ടുവന്നു. അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോയില്ല. മതാടിസ്ഥാനത്തിൽ അത് നിർവചിക്കാനും പോയില്ല. പക്ഷേ അനധികൃത കുടിയേറ്റക്കാർ എന്ന ഒരു ഭാഗം ഇതിൻ്റെ നിയമത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ദേശീയ പൗരത്വ രജിസ്റ്റർ ആവശ്യമാണ് എന്നതും ആ കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇത് വാജ്പേയിയുടെ ഗവൺമെൻറ് കാലത്ത് നടന്നതാണ്. ഇതിനു ശേഷം നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട്. ആ ഗവൺമെൻറ് ഈ ഭേദഗതിയുടെ കാര്യത്തിൽ വേറൊന്നും ചെയ്യാൻ പുറപ്പെടില്ല. ഈ പറഞ്ഞ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിനുള്ള ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നടപടി പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റാണ് തുടക്കം കുറിക്കുന്നത്. അതും നമ്മൾ ഓർത്തു പോകേണ്ട ഒരു കാര്യമാണ്. ഇവിടെ 2019 ഈ ഭേദഗതി മതത്തെ പൗരത്വം നിർവചിക്കാനുള്ള അടിസ്ഥാനമാക്കി മാറ്റുന്ന ഭേദഗതി, അത് RSS അജണ്ടയുടെ ഭാഗമായി വന്നതാണ്. നമുക്കറിയാം, സംഘപരിവാറിൻ്റെ അജണ്ട അത് കൃത്യമായ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. നമ്മുടെ മതേതരത്വത്തിൻ്റെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നാം ഓർക്കേണ്ട ഒരു കാര്യം, എങ്ങനെയുള്ള നിയമങ്ങളൊക്കെ രാജ്യത്ത് കൊണ്ടുവരാം, ഈ കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അത് കേശവാനന്ദ ഭാരതി കേസിൽ ദീർഘമായ വാദങ്ങൾ കേട്ട ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത കോടതി, സുപ്രീം കോടതി വ്യക്തത വരുത്തിയ കാര്യമാണ്. അതിൽ സുപ്രീം കോടതി പറഞ്ഞു, മൗലികാവകാശം ഹനിക്കുന്ന രീതിയിൽ നിയമം കൊണ്ടുവരാൻ അധികാരമില്ല. അത് ഒരു ഗവൺമെൻറ്റിനും ചെയ്യാൻ കഴിയില്ല, പാർലമെൻറ്റിനോ നിയമസഭയ്ക്കോ ചെയ്യാൻ പറ്റില്ല. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നർത്ഥം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്നൊരു കാര്യം, നിയമത്തിന് മുന്നിൽ തുല്യത, നിയമത്തിന് മുന്നിൽ തുല്യ പരിരക്ഷ എന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമത്തിന് മുന്നിൽ തുല്യ പരിരക്ഷയും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിലെ പൗരർക്ക് എന്നല്ല. പൗരരായാലും പൗരരല്ലെങ്കിലും ഇവിടെ ഭരണഘടന ഉറപ്പ് നൽകുന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കുമാണ്. അത് പൗരരാകാം, പൗരരല്ലാതിരിക്കാം. രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമത്തിന് മുന്നിൽ പരിരക്ഷയും ഉറപ്പു നൽകുന്ന ഭരണഘടനയാണ് നമുക്കുള്ളത്. മാത്രമല്ല, ഒരു വ്യക്തിക്കും പ്രത്യേക ആനുകൂല്യം നൽകാൻ പാടില്ല എന്നതും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള
മതപരമായ വിവേചനവും ഭരണഘടന അംഗീകരിക്കുന്നില്ല. ഇവിടെ കുടിയേറ്റക്കാരെ മുസ്ലിമെന്നും അമുസ്ലിമെന്നും വിഭജിക്കുകയാണ്. അപ്പോൾ നാം കാണേണ്ടത് ഇത് ഇന്ത്യ എന്ന ആശയത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. അതാണിപ്പോൾ ഫലത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ അന്ന് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിനെ കുറിച്ച് ചില വാദങ്ങൾ ഉയരുകയുണ്ടായി. അത് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ സെൻസസിൻ്റെ ഭാഗമാണ് എന്നായിരുന്നു. സെൻസസ് വേറെ, ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ വേറെ. ഇത് രണ്ടും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കാര്യത്തിൽ ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമായ നിലപാടെടുത്തിരുന്നത്. കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പൗരത്വ ഭേദഗതി നിയമവും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും അതിലൂടെ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നീക്കവുമൊക്കെ നടക്കുന്നത്. ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ പൗരത്വമുള്ള ആരെയും ബാധിക്കില്ല എന്ന് ചില ഭരണാധികാരികൾ, കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ പറയുന്നതായിട്ട് നാം കേൾക്കുന്നുണ്ട്. ആസാമിൽ ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കിയതാണ്. എന്തായിരുന്നു അവിടുത്തെ അനുഭവം? ഇന്ന് ആ ഘട്ടത്തിൽ ആസാമിൽ ജീവിച്ച 19 ലക്ഷത്തോളം ആളുകളുടെ പൗരത്വമാണ് നഷ്ടപ്പെട്ടത് എന്നാണ്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവമാണ്. ആ പൗരത്വം നഷ്ടപ്പെട്ടത് ഇവരുദ്ദേശിക്കുന്നത് പോലെ മുസ്ലിമിൻ്റേത് മാത്രമല്ല. മുസ്ലിമുണ്ട്, അമുസ്ലിമുകളുമുണ്ട്. കാരണം നിങ്ങൾ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൻ്റെ ഭാഗമായി പറയുന്ന നിബന്ധനകളും ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ ഭാഗമായി പറയുന്ന നിബന്ധനകളും പലർക്കും പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അങ്ങനെയുള്ളവരെല്ലാം പൗരത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുക. ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്ത നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ അത് ചെറിയ ശതമാനമല്ല എന്ന് നാം ഓർക്കണം. വലിയ തോതിൽ ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്തവരാണ്. അവർക്ക് ഏത് രേഖയാണ് ഹാജരാക്കാൻ കഴിയുക? ഇതിൻ്റെ ഭാഗമായി വെച്ചിട്ടുള്ള മറ്റൊട്ടേറെ നിബന്ധനകളുണ്ട്. എല്ലാം രാജ്യത്തെ വലിയ തോതിൽ അസ്വസ്ഥമാക്കുന്ന ഒന്നാണ്. നിലവിൽ പൗരത്വമുള്ളവരെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്നതാണ്.